നിങ്ങൾക്ക് എല്ലാവർക്കും മിസ്സസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. പെരുന്നാളായിട്ട് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ താറാവ് കറിയാണ്. തേങ്ങയൊന്നും വറുത്തരക്കാതെ തന്നെ തേങ്ങാപ്പാലിൽ മൺചട്ടിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഇനി ചിക്കൻ ആണെങ്കിലും ഈ ഒരു മെത്തേഡിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. താറാവ് നമുക്ക് തോലോടുകൂടിയും പിന്നെ തോലുലിച്ചുമൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ തോലോടുകൂടിയുള്ള താറാവായിരിക്കട്ടെ നല്ല ടേസ്റ്റ്. അത് വാങ്ങിക്കുമ്പം പ്രത്യേകം പറഞ്ഞാൽ മതി തോലോടുകൂടി വേണമെന്ന്. അപ്പോൾ അവർ പപ്പൊക്കെ കരിയിച്ചിട്ടായിരിക്കും തരിക. അപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് കറി വയ്ക്കാൻ വളരെ എളുപ്പമായിരിക്കും. രുചി കൂടുതൽ തോല് കളയാത്ത താറാവിറച്ചിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കറിക്ക് ആവശ്യമായ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ 10-12 വെളുത്തുള്ളി ഞാൻ തോലോടുകൂടി നന്നായിട്ട് കഴുകി കട്ടിംഗ് ബോർഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കൈ വെച്ച് കത്തി ഇങ്ങനെ അതിനകത്ത് വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചതഞ്ഞും കിട്ടും, അതിൻ്റെ തോലും പെട്ടെന്ന് ഒലിക്കാനും പറ്റും. അപ്പോൾ ഇതൊക്കെ കണ്ടോ, പെട്ടെന്ന് ഇതിൻ്റെ തോലും പോലും. ഇനി നമുക്കിതൊന്നും ചതക്കേണ്ട ആവശ്യവുമില്ല. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കാം. ഇഞ്ചി നമ്മുടെ വീട്ടിലുണ്ടായ ഇഞ്ചിയാണ്. ഇതും ഒരു 2-3 കഷ്ണം എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി മൺചട്ടി ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം ഒഴിച്ചിട്ടുണ്ട്, കാരണം മൺചട്ടി ആയത് കാരണം നമുക്ക് വഴറ്റാൻ എളുപ്പത്തിന് വേണ്ടിയാണ് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. ഇനി 2 മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കാം. ഈ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് 2-3 പച്ചമുളക് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനിതുപോലെയാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ചധികം വേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെയൊക്കെ കളർ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വെളിച്ചെണ്ണ കുറച്ചധികം ഒഴിച്ചിരിക്കണ കാരണം അടി പിടിക്കാനൊന്നും സാധ്യതയില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു പരുവം വരെ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത മീഡിയം സൈസ് തക്കാളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തക്കാളി ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. തക്കാളി ഇറച്ചിയോടൊപ്പം ഇരുന്ന് വെന്തോളും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല കളറ് കിട്ടും, നല്ല ഡാർക്ക് കളറാകും. അപ്പോൾ 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കൈവിടാതെ ഒന്ന് വഴറ്റണം. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1-ാം പാൽ ചേർക്കരുത്, ഇപ്പോൾ 2-ാം പാൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ ഏതാണ്ട് 1/4 കപ്പോളം തേങ്ങ ചിരണ്ടിയതിൽ 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചിട്ട് 1-ാം പാലെടുത്ത് മാറ്റി വെച്ചിരുന്നു. പിന്നെ 3-ാം പാലൊന്നും എടുത്തില്ല. 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ആ തേങ്ങ പിഴിഞ്ഞിട്ട് 2-ാം പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തത്. 2 കപ്പ് 2-ാം പാൽ. അപ്പോൾ ഈ താറാവിന് കുറച്ചധികം വേവുള്ളത് കൊണ്ട് ഈ വെള്ളം തികയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1 കപ്പ് വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സാധാരണ കിട്ടാറുള്ള താറാവാണെങ്കിൽ, അതായത് ഒരുപാട് വേവൊന്നും ഇല്ലാത്ത താറാവാണെങ്കിൽ 2.5 കപ്പ് 2-ാം പാൽ മതിയാവും. ഇതിനകത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ആ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളക്കുമ്പം നമ്മൾ കഴുകി വെച്ച താറാവ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ചിക്കൻ കറിയാണ് നിങ്ങൾ വയ്ക്കണമെങ്കിൽ 2 കപ്പ് 2-ാം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ചിക്കനിക്ക് താറാവിൻ്റെ അത്രയും വേവില്ലല്ലോ. ഈ താറാവിന് കുറച്ചധികം വേവുണ്ട് കേട്ടോ. കുറച്ചധികം സമയം ഞാൻ ഇതിനകത്ത് വേവിച്ചപ്പോഴാണ്, മൺചട്ടിയും കൂടിയാണ് നമ്മൾ കുക്കറിലല്ല വെച്ചേക്കണം. അപ്പോൾ അത് കുറച്ചധികം ടൈം എടുത്തത് വെന്ത് കിട്ടാനായിട്ട്. നമ്മൾ കറി വയ്ക്കാനെടുത്തത് ഒരു താറാവാണ്. അപ്പോൾ താറാവ് ഇറച്ചി ഒരുപാടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 1 കപ്പ് മുതൽ 1/4 കപ്പ് വരെ തേങ്ങ ചിരണ്ടിയത് മതിയാകും കേട്ടോ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട്. അപ്പോൾ താറാവെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. തിളച്ചതിന് ശേഷം ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലേക്കാണ് ആക്കിയത്. എന്നിട്ട് കംപ്ലീറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തത്. വെള്ളം വറ്റാനും ഉണ്ട്, പിന്നെ ഇതൊന്ന് പെട്ടെന്ന് വെന്തും വരാൻ വേണ്ടിയാണ്. മൺചട്ടി ആയത് കാരണം പ്രത്യേകിച്ചും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പിന്നെ അധികം വെള്ളം ഉള്ളത് കൊണ്ട് അടിയിലൊന്നും പിടിച്ചൊന്നുമില്ല, ഒട്ടും തന്നെ അടിയിൽ പിടിച്ചില്ല. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിരുന്നു.
അപ്പോൾ ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഏതാണ്ട് 3/4 മണിക്കൂറോളം ആയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്, കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം മാത്രം കറി ഒന്നും കൂടെ കുറുകി വരുള്ളൂ. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വെന്ത് വരുന്നതേ ഉള്ളൂ, നന്നായിട്ട് എന്നിട്ടും വെന്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു കപ്പിലും കുറച്ചും കൂടെ കൂടുതൽ ഒന്നാം പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ തവി ഞാൻ ഈ പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇളക്കണ കയ്യിലുണ്ടല്ലോ, അത് പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു പാലിൻ്റെ. അപ്പോൾ അതാണ് പാലിന് കുറച്ച് കളർ ചേഞ്ച് ഉണ്ടായത് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിലൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് തന്നെ ആക്കിയിട്ട് 5 മിനിറ്റും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് കൊടുത്തേക്കണം. മിസാസ് കിച്ചൺ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ 5 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് വിതറി കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. മൺചട്ടി ആയത് കാരണം തിള നിൽക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. മല്ലിയില വിതറിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് മൂടി വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് അടച്ച് മൂടി വയ്ക്കാം. ഇത് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പം തുറന്ന് നോക്കിയതാണ്. കറിയൊക്കെ ഒരുവിധം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഇതിരിക്കും തോറും കുറുകി വരും. നിങ്ങൾക്ക് അറിയാമല്ലോ, അത് കുറച്ചും കൂടെ കുറുകി വരും. ഇപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. വെള്ളയപ്പത്തിനും ഇടിയപ്പത്തിനും പുട്ടിനൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇതിനേലും നല്ലൊരു കളറാണ് കേട്ടോ കറിക്ക്. വീഡിയോയിൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല, നല്ല കളറും കൂടിയാണ് കറിക്ക്. അപ്പോൾ തീർച്ചയായും നിങ്ങളിതുപോലെ താറാവ് കറി ഒന്ന് വെച്ച് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നെയ്ച്ചോറിൻ്റെ കൂടെയും ഇത് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്